ഹബീബായ മുത്തുനബിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ജാഅ ബിക യാ അലിയു, അലിയെ നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? എന്തിനാ അലി തങ്ങളെ ഈ നേരത്തെ എന്താണ്? ചെറുപ്പക്കാരനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഒന്നുമില്ല, ലാശായി, ഒന്നുമില്ല നബിയെ, നാണം കൊണ്ട് പറയാൻ മടിയായിപ്പോയി. അപ്പൊ പെണ്ണിന്റെ വാപ്പ ഒന്ന് സഹകരിച്ചു കൊടുത്തു. തങ്ങൾ ചോദിച്ചു, ജിഇത തഖ്തുബു ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ കല്യാണം ആലോചിക്കാനാണോ അലിയെ നിങ്ങൾ വന്നത്? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, അത് തന്നെയാണ് എന്റെ വിഷയം. അത് നീ എങ്ങനെയാ നേരിട്ട് പറയാന്നുള്ളൊരു നാണം. പണ്ട് ഇപ്പോഴല്ല, ഇപ്പൊ പേടിപ്പിക്കല്ലേ പെണ്ണിന്റെ വാപ്പ, കെട്ടിച്ചേരോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അറബിയിൽ ഖുതുബയും ഖിതുബയും ഉണ്ട്. മിമ്പറിൽ കയറി പറയുന്നതിന് ഖുതുബ എന്ന് പറയാം. ദമ്മ് ഹർഫിന്റെ താഴെയാണോ മേലെയാണോ ഇട്ട് കൊടുക്കുന്നത്? മേലെയാണ് അല്ലെ? ഇതൊക്കെ ഖുതുബയാണ്. പ്രഭാഷണങ്ങളൊക്കെ മേലെ നിന്നിട്ടാ പറയാ. പെണ്ണാലോചിക്കുന്നതിന് ഖിതുബ എന്നാണ് പറയാ. കസർ വന്നാൽ ഒരു താഴ്മ വേണ്ടി വരുന്നതാണ്. ഖിത്ബത്തുൻ നിക്കാഹ്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിനയത്തിലും താഴ്മയിലാ ചോദിക്കുക. അതുകൊണ്ടാണ് കസർ വന്നത് എന്ന് പറയുന്നത്. ഹമാം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്രാവിനാ പറയാ. ഹിമാം എന്ന് പറഞ്ഞാൽ മരണമാണ്, തുച്ഛമായ സംഖ്യയാണ്. മഹർ കൊടുത്തു, എന്നാ കല്യാണാവല്ലേ? ഇതൊക്കെ ഒരു ദിവസമാണ് നടക്കുന്നത്. രാവിലെ വന്നു, ഉച്ചയ്ക്ക് വിറ്റ് കാശ് കൊണ്ടേ കൊടുത്തു, തങ്ങൾ നിക്കാഹ് ചൊല്ലി കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരില്ല? ബ്രോക്കർ ഇല്ല എന്നർത്ഥം. ബ്രോക്കർമാരും അല്ലാണ്ട് നുണ പറയേ. വീട്ടുകാർ പറയണം ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ബ്രോക്കർ പറയും, പിന്നെ ഇവരെ പെങ്ങൾക്ക് കൊടുത്തത് 200 മറ്റേ BMW ഒക്കെയാ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, മൂപ്പരുടെ കയ്യിൽ കമ്മീഷൻ കിട്ടണം. അപ്പൊ നുണ പറയാം. ഇവിടെ ആരുമില്ല, ബ്രോക്കറേജ് ഒന്നുമില്ല, ഡയറക്റ്റാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഫിൽദത്തു കബിദി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞ രാത്രി മുത്തുനബി പറഞ്ഞു, അലിയേ ഫാത്തിമ, ലാ തുഹ്ദിസാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് വരെ നിങ്ങൾ എന്നെ കാത്തിരിക്കണേ, എന്നിട്ട് മതി കിടന്നുറങ്ങലൊക്കെ, ഞാൻ വരും വീട്ടിലേക്ക് രാത്രിയായാൽ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രാത്രി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ പുറക്കല്ലേ കൊണ്ടുപോണത്? അങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് കയറി ചെന്നു. അലിയാരെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ഹാദാ അലിയു അഹബ്ബുൻ നാസി ഇലയ്യ ഫഅഹിബ്ബഹ്. അല്ലാഹുവേ, ഇത് അലിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവേ, അലിയെ നീയും ഇഷ്ടപ്പെടണമേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. പിന്നെ പറഞ്ഞു, മോളെ ഫാത്തിമ വരി. ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഖൈറമാഹിയല, അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറും വഖൈറമാഹിയല, അവർ കാരണം എന്തെല്ലാം ഖൈറുകൾ ഉണ്ടാകുമോ അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാഹിയല, അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ നീ എനിക്ക് കാവൽ തരയണമേ. ഫാത്തിമ കാരണം എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കാവൽ തരയണമേ. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഇതൊരു ചാൻസേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ് വത്തനം കഴിഞ്ഞ് ഇനിയിപ്പോ ചെല്ലാൻ പറ്റൂല. അതൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ചൊല്ലേണ്ടതാ അല്ലേ? അന്നിപ്പോ ചൊല്ലാൻ പുതിയാപ്പിളിനെ ഒളിപ്പിച്ചു വെച്ചോ? അവിടെ കുറെ പുതിയാപ്പിളാരെ കാണാതാവാറുണ്ട് കല്യാണത്തിന്റെ അന്ന്. ആരാ തച്ച് പൊളിക്കലോ? ആ ഏർപ്പാടൊക്കെ നിർത്തിയിട്ടില്ല ഇപ്പൊ? ഉഷാറായില്ലേ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. പുതിയാപ്പിളെ തട്ടിക്കൊണ്ടോലും
കൂട്ടിയുള്ള പൈസ വാങ്ങിക്കലൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. നിർത്തിയില്ലേ? നമുക്ക് പുതിയ പുതിയ ഫാഷൻ്റെ ആൾക്കാരല്ലേ നമ്മൾ കാസർകോട്ടേര്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ലൊരു ബറക്കത്തുള്ള ദിവസമാണ്, ബറക്കത്തുള്ള സമയമാണ്, ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് എന്താ മുത്തനബി പറഞ്ഞെന്നറിയോ? യാ അലിയു യാ ഫാത്തിമ, അലിയെ ഫാത്തിമ, ഖൂമാ ഫസല്ലിയാ റക്അതൈനി മഅൻ. രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കണേ, ഒരുമിച്ച് 2 റക്അത്ത് രണ്ടുപേരും നിസ്കരിച്ചോളൂ. wudu എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ രണ്ടുപേരും ഒരുമിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചേക്കുക എന്ന് പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്ന് ഇറങ്ങി വരുന്നു. നബിയുടെ മോൾ, നബിയുടെ കല്യാണം ആയിഷ ബീവിയെ കഴിച്ചത്, നബിയുടെ പൊന്നുമോളെ കഴിപ്പിച്ചു കൊടുത്തത് ഇതായിരുന്നു ബൈത്തുൻ നുബുവയിലെ നുബുവത്തിന്റെ വീട്ടിലെ വിവാഹത്തിന്റെ അവസ്ഥ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പറഞ്ഞു, നബിയേ അങ്ങയുടെ വിവാഹം ഒന്ന് പൊടിപിടിക്കാൻ അങ്ങൊരു സൂചന തന്നാൽ പോരെ നബിയേ, ഞങ്ങൾ കൊണ്ടുവരുമല്ലോ ഭക്ഷണം, ഞങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ മാംസം, എന്താ വേണ്ടത് അലങ്കാരം ഒക്കെ ഞങ്ങൾ തരാമല്ലോ നബിയെ, അങ്ങ് ഞങ്ങളെയൊന്ന് അറിയിച്ചാൽ പോരായിരുന്നോ എന്ന് മുത്ത് നബിയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു മറുപടി പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ നിങ്ങളെ സൂക്ഷിക്കുകയാണ്. ഇന്നീല ഉഖൗവിലുക്കും, നിങ്ങൾക്ക് ശേഷം ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. അഖബാത്തിൻ, ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യജ്താസുഹൽ മുസഖ്ഖലൂൻ, ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും അത് കഴിഞ്ഞു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സർവമാന, എന്റെ എല്ലാവിധത്തിലുള്ള ആർഭാടങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? മുത്തുനബി ചെയ്തതുപോലെ എനിക്കും ചെയ്യണമെന്ന് ഉമ്മത്തിൽ ഒരാളെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണം ഗംഭീരമായ ആർഭാടപരമായ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ ഉമ്മത്തിൽ ആർക്കാണതൊക്കെ സാധ്യമാവുക? വിരലെണ്ണാവുന്ന ആർക്കല്ലേ കഴിയൂ? ഹബീബിന്റേത് സിമ്പിളാണ്. നബി തങ്ങൾ ചെയ്ത പോലെ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിലപ്പുറം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ലാത്ത ആൾക്കും ഹബീബിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് വരാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് വരാനുള്ള കടമ്പകൾ വലുതാണ്. അന്ന് മുതലാളിമാർക്ക് പോലും കഴിച്ചു കടക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എന്റെ ഉമ്മത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലെ കടമ്പകൾ എന്നതിനർത്ഥമുണ്ട് ദുന്യാവിൽ അല്ലാഹു തആല വിവാഹങ്ങളൊക്കെ ആർഭാടങ്ങളും ആചാരങ്ങളുമായി മാറി സാധാരണക്കാരന് സാധിക്കാത്ത വിധത്തിൽ അത് ഭാരമായി മാറുന്ന കാലം നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഭാരമാക്കുന്നില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ? അല്ലാഹു അലം. വല്ലാത്തൊരു വാക്കായിരുന്നു അത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.